അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് ആണ്. ഈ ചാപ്റ്റർ ബോർഡ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ റിയൽ നമ്പേഴ്സ്. അപ്പൊ എന്താണ് റിയൽ നമ്പേഴ്സ്? നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, അതായത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് 1, 2, 3, 4, 5 ഇതെല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ വേറെ ഉണ്ട്. ഇത് കൂടാതെ ഫ്രാക്ഷൻസ്, അതായത് 1/2, 3/4, 5/6 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഇതും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. കൂടാതെ ഇനിയുണ്ട് √2, √3, √5 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ലൈനിൽ കാണിക്കുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ നമ്പർ ലൈനിൽ വരക്കുന്ന നമ്പേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ റിയൽ നമ്പേഴ്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റാഷണൽ നമ്പേഴ്സ്. Second one is irrational numbers. അപ്പൊ ആദ്യം നമുക്ക് റാഷണൽ നമ്പേഴ്സ് നോക്കാം. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P/Q ഫോമിൽ എഴുതണ നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ Q ഒരിക്കലും എന്താവരുത്? 0 ആവരുത്. Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, റാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ 1/2, 3/4 ഇതെല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. കൂടാതെ 5 ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷെ അപ്പൊ വിചാരിക്കും എന്താണ്? അടിയിൽ എന്തില്ല? ഡിനോമിനേറ്റർ ഇല്ലാലോ. അപ്പൊ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5/1 ആണ്. ഓക്കെ. അപ്പൊ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5/1 എന്ന് എഴുതാൻ പറ്റുന്നത് കാരണം 5 എന്തായിട്ട് പറയാം? ഒരു റാഷണൽ നമ്പർ ആണ്. പിന്നെ കൂടാതെ നെഗറ്റീവ് നമ്പേഴ്സ് -2 ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം എന്താ? -2/1 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ -2 എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. ഇനി എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √2, √5, √3, π ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്തത് പ്രൈം നമ്പേഴ്സിനെ പറ്റി ഒന്ന് റിവൈസ് ചെയ്യാം. നേരത്തെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതൊരു റിവിഷൻ ആണ്. പ്രൈം നമ്പേഴ്സ്. അപ്പൊ എന്താണ് പ്രൈം നമ്പേഴ്സ്? അതായത് ഫസ്റ്റ് തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഒരു പ്രൈം നമ്പർ ആണ്. കാരണം എന്താണ്? 2ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലെ? വേറൊരു ഫാക്ടറും 2-നില്ല. 1 × 2 ആണ് എന്തെന്ന് പറയണത്? 2 എന്ന് പറയണത്. സോ നമുക്ക് പറയാം രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഈ രണ്ട് ഫാക്ടറിൽ ഒരെണ്ണം എന്തായിരിക്കും? 1 ആയിരിക്കും. മറ്റേത് എന്തായിരിക്കും? സെയിം നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 പ്രൈം ആണോ? നോക്കാം. 1 × 3 ഇത് മാത്രമേ ഉള്ളൂ 3ക്കുള്ള ഫാക്ടർ, വേറെ ഒന്നുമില്ല. അതിൽ ഒരെണ്ണം 1 ആണ്, ഒരെണ്ണം സെയിം നമ്പർ ആണ്. 4 ആണെങ്കിലോ 1 × 4 ഉണ്ട്, 2 × 2 ഉണ്ട്. അപ്പോഴെന്തല്ല? 4 പ്രൈം അല്ല. 5 ആണെങ്കിൽ 1 × 5 ഇത് മാത്രമുള്ളൂ 5ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് പറയാം എന്താണ്? 5 പ്രൈം ആണ്. അപ്പൊ 2, 3, 5 ഇതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് പറയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതിലൊരെണ്ണം 1 ആയിരിക്കും, പിന്നെ മറ്റേത് എന്തായിരിക്കും സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഈ 4 അടുത്തത് എന്താണ് 6 പ്രൈം ആണോ? 1 into 6 ഉണ്ട്, പിന്നെന്താ 2 into 3 ഉണ്ട്. അപ്പൊ 6 എന്തല്ല പ്രൈം അല്ല. അപ്പൊ ഈ നമ്പേഴ്സിനെ പറയുന്ന വേറൊരു പേരുണ്ട്, അതാണ് എന്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ പ്രൈം അല്ലാത്ത നമ്പേഴ്സ് എല്ലാം എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും കോമ്പോസിറ്റ് നമ്പേഴ്സിന്. ആ 1ഉം പിന്നെ ആ നമ്പർ ഇറ്റ് സെൽഫും ഉണ്ടാവും, പിന്നെ അതുകൂടാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പൊ 4ന് എത്ര ഫാക്ടർ ഉണ്ട്? 1 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇനി ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഈ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അതായത് കോമ്പോസിറ്റ് നമ്പർ ഏതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും എന്താക്കാം പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം, അതായത് പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 എന്ന് പറയുന്നത് എന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഈ 4ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 into 2 ഒരു ഫാക്ടർ ആണ്. അതായത് ഇതിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത് പ്രൈം നമ്പർ ആണ് അല്ലെ. അപ്പൊ എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൈം നമ്പേഴ്സ്. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഇപ്പൊ 6 ആണെങ്കിൽ 6ന്റെ ഒരു ഫാക്ടർ 2 into 3. 2 എന്ന് പറയുന്നത് പ്രൈം ആണ്, 3 എന്ന് പറയുന്നതും പ്രൈം ആണ്. ഇപ്പൊ 12 നോക്കുകയാണെങ്കിൽ 12 എന്താണ് 2 into 6 ആണ്. 2 പ്രൈം ആണ്, പക്ഷെ 6 കോമ്പോസിറ്റ് ആണ്. പക്ഷെ നമുക്ക് 6നെ എങ്ങനെ എഴുതാം? ഇങ്ങനെ 2 into 6ന് എന്തെന്ന് എഴുതാം? 2 into 3 എന്ന് എഴുതാം. അതായത് 2 into 2 into 3 ഇതാണ് എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും എന്താണ് പ്രൈം ആണ്. 60 another example. 16 എന്തെന്ന് എഴുതാം? 10 into 6 എന്ന് എഴുതാം. ഈ 10ന് എന്തെന്ന് എഴുതാം? 5 into 2 എന്ന് എഴുതാം. ഇൻറ്റു 6ന് എന്തെന്ന് എഴുതാം? 3 into 2 എന്ന് എഴുതാം. അപ്പൊ ഇതെല്ലാം എന്തായി പ്രൈമായി അല്ലേ. അപ്പൊ ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എന്താക്കാം പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇതാണ് എന്ത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇനി അടുത്ത ടോപ്പിക്കാണ് യുണീക്ക് ഫാക്ടറൈസേഷൻ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബേസിക് നമുക്ക് പഠിച്ചിട്ട് ബാക്കി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പൊ ഈ തിയറം മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയണത് എന്താണെന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറൈസേഷൻ യുണീക്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 16ന്റെ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 2 into 2 into 3 into 5 ആണ് അല്ലെ. ഇതാണ് 16ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ സി ഫാക്ടേഴ്സിനെ നമുക്ക് തിരിച്ചും മറിച്ചും എഴുതാൻ പറ്റും. അതായത് ഇങ്ങനെ എഴുതാം 2 into 3 into 2 into 5 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് 60 തന്നെയാണ്. അതാണ് യുണീക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ എഴുതാം 2 into 2 into 5 into 3 എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ് 60 തന്നെയാണ്. അപ്പൊ ഈ ഫാക്ടേഴ്സ് തിരിച്ചും മറിച്ചും എഴുതിയാലും എന്ത് തന്നെ കിട്ടും 60 തന്നെ കിട്ടും. ഈ പ്രോപ്പർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് യുണീക്ക് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് പഠിച്ചത്? റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, പിന്നെ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഫണ്ടമെന്റൽ തിയറംസ് ഓഫ് അരിത്തമെറ്റിക് പഠിച്ചു, യുണീക്ക് ഫാക്ടറൈസേഷനും പഠിച്ചു. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് സെറ്റ് നമുക്ക് ചെയ്ത് നോക്കാം.
അടുത്തത് നമുക്ക് എക്സസൈസ് 1.1 അതായത് പേജ് നമ്പർ 5 ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കാം. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 140. അതായത് കോമ്പോസിറ്റ് നമ്പർ വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 140 എന്ന് പറഞ്ഞാൽ ഇതെന്താ 10 × 14 ആണ് അല്ലെ. അപ്പൊ ഈ 10നെ നമുക്ക് എന്താ എഴുതാം? 2 × 5 ഇൻറ്റു 14 നമുക്ക് എന്താ എഴുതാം? 7 × 2 അല്ലേ. അപ്പൊ 140ന്റെ ഫാക്ടേഴ്സ് എത്രയാണ്? 2 ഇൻറ്റു 2 ഉണ്ട് 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഓക്കെ. ഇനി നമ്മൾ വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. 140. അതായത് ഈ 140 എന്ത് പോവും? 2 പോവും അല്ലെ. ലാസ്റ്റ് 0. 2ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? ഏറ്റവും ലാസ്റ്റത്തെ ഡിജിറ്റ് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ അതെന്തിൽ പോവും? 2ൽ പോവും അല്ലേ. ഇപ്പൊ 0 വന്നത് കാരണം നമുക്ക് 2 കൊടുക്കാം. 14ൽ 2 എത്ര ടൈം? 7 ടൈം. 0 ഇറക്കിയിട്ട് പിന്നെ 70ൽ 2 എത്ര ടൈം? 7ൽ 3 ടൈം. ക്യാരി 1 5 ടൈം. 35 ടൈംസ്. ഇനി ഇത് എന്തിൽ പോവും? ഇനി 2ൽ പോവില്ല, 5ൽ പോവും. കാരണം ലാസ്റ്റ് 0, 5 തന്നെയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ അത് 5ൽ പോവും. അപ്പൊ 5ൽ എത്ര ടൈം? 7 ടൈം. ഇനി പോകൂല. ലാസ്റ്റ് പ്രൈം നമ്പർ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ കിട്ടിയ 2 × 2 × 5 × 7. 2 × 2 × 5 × 7. അപ്പൊ ഈ മെത്തേഡിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 2 2 ഉണ്ട്. 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ ആണ്. ഇൻറ്റു 5 × 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 156 ആണ്. അതൊന്ന് തനിയെ ചെയ്തിട്ട് ആൻസർ പറയാം. അപ്പോൾ ഇതാണ് 156ന്റെ ഡിവിഷൻ. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്ത നമ്പർ 3825. ഇതെന്തിൽ പോവും? നമുക്കറിയാം ലാസ്റ്റ് 5 ആയിരുന്നാൽ നമുക്ക് ഇവിടെ എന്തെടുക്കാം? 5 എടുക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയത് കാരണം. അപ്പോൾ 38ൽ 5 എത്ര ടൈം? 7 ടൈം അല്ലെ. 7 5s 35. ബാക്കി ക്യാരി എത്ര? 3. 32. 32ൽ 5 6 ടൈം. ക്യാരി 2. 25ൽ 5 5 ടൈം. പിന്നെയും എന്തിൽ പോവും? 5ൽ പോവും. 7ൽ 1 ടൈം. ക്യാരി 2. 26ൽ 5 ടൈം. 3 ടൈം. ഇനി ഇത് എന്തിൽ പോവും? 5ൽ പോകൂല. ഇനി നമ്മൾ ഇതെല്ലാ ഡിജിറ്റും ഒന്ന് പ്ലസ് ചെയ്ത് നോക്കിയേ. ഇത് 3ന്റെ ഡിവിസിബിൾ ആണ്. 1 + 5 6. 6 + 3 9 അല്ലേ. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? 3 എടുക്കാം. 15ൽ 3 എത്ര ടൈം? 5 ടൈം. 3ൽ 1 ടൈം. ഇനിയും എഗെയിൻ ഇതെന്തിന്റെ ഡിവിസിബിൾ ആണ്? 3ൻ്റെതാണ്. 5 + 1 6 അല്ലേ. 3ൽ പോവും. അപ്പോൾ 5ൽ 3 1 ടൈം. 21ൽ 7 ടൈം. ഇനി 17ൽ പ്രൈം നമ്പർ ആണ്. 17ൽ 1 ടൈം. അപ്പോൾ 3825ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 ഇൻറ്റു ചെറിയ നമ്പർ മുതൽ എഴുതാം. 3 × 3 × 5 × 5 × 17.
3 into 3, 3 square into 5 into 5, 5 square into 17. ഇനി അടുത്ത നമ്പർ 5005. 5005 വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 5005 നമുക്കറിയാം ഇത് 5 ഡിവിസിബിൾ ആണ് അല്ലേ? 5 1 ടൈം 0 0 1. ഇനി എന്തിന്റെ ഡിവിസിബിൾ ആണ് 1001 എന്ന് പറയണത്? 3 അല്ല, 2 അല്ല, 5 അല്ല, 7ന്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ 7ന്റെ മാത്രമല്ല എല്ലാ നമ്പേഴ്സിന്റെയും ഡിവിസിബിലിറ്റി റൂള് ഈ വീഡിയോന്റെ അവസാനം കൊടുക്കാം. 10 7 1 ടൈം carry 3 30. 30 4 ടൈം 28 1 2 21. 21 7 3 ടൈം. ഇനി 143. 143 ഇതിൽ 7ന്റെ ഡിവിസിബിൾ ആണെന്ന് അറിയാനായിട്ടും ബാക്കിയുള്ള ഡിവിസിബിലിറ്റി അറിയാനായിട്ടുള്ള റൂൾസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് 2ഉം 3ഉം 5ഉം 10ഉം. ബാക്കിയുള്ളതിനെല്ലാം എന്തുണ്ട്? ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ അടുത്തത് 11 പോകും. ഇത് 14 11 1 ടൈം, ബാക്കി 3 33 3 ടൈം. ഇനി 30 എന്ന് പറയുന്ന പ്രൈം ആണ് 1 ടൈം. അപ്പോൾ 5005ന്റെ ഫാക്ടേഴ്സ് 5 into 7 into 11 into 30. അടുത്ത ക്വസ്റ്റ്യൻ 7429. ഇതും ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് 17 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറാണ്. 17 പ്രൈം ആണ്. 17 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറാണിത്. അപ്പോൾ 17 74 4 ടൈം, 17 4 68 ടൈം, ബാക്കി 6 62. 62 17 3 ടൈം, 17 3s are 51. ബാക്കി 11 carry 11. 109 17 7 ടൈംസ്. ഇനി അടുത്തത് 437. 437 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ 19 ആണ്. അപ്പോൾ 43 19 2 ടൈം 38 കിട്ടും. ബാക്കി 5. 57 19 3 ടൈം. ഓക്കെ. ഈ 23 പ്രൈം ആണ്. 23 1 ടൈം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് 17 into 19 into 23. അപ്പൊ ഇതാണ് 1 to 20 വരെയുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂള്. നിങ്ങൾ നോക്കി ചെക്ക് ചെയ്യാം. ഓക്കെ. ഈ 23 പ്രൈം ആണ്. 23 1 ടൈം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫാക്ടേഴ്സ് 17 into 19 into 23.